പ്ലസ് ടു കൊമേഴ്സ് ആണോ? ഇനി എന്ത് പഠിക്കണം എന്ന സംശയം നമ്മൾ പലർക്കും ഉണ്ടാകും. കൊമേഴ്സ് കഴിഞ്ഞെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ചോദിക്കുന്നതായിരിക്കും സി എ ആണോ അല്ലെങ്കിൽ ബി കോം ആണോ? നമ്മൾ 95% ആൾക്കാരും പോകുന്ന കാര്യം ബി കോമിനാണ്. അതുകൂടാതെ തന്നെ സി എക്കും പോകുന്നവരുണ്ട്. പക്ഷെ ഇതല്ലാതെ തന്നെ ഹൈ സാലറി എന്ന ഒരുപാട് കരിയർ ഓപ്ഷൻസ്, ഒരുപാട് കോഴ്സ് നമ്മുടെ മുമ്പിലുണ്ട്. ഈ ഒരു വീഡിയോയിൽ 2 കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത്. ഒന്ന്, കൊമേഴ്സുകാർക്ക് എടുക്കാൻ പറ്റുന്ന കോഴ്സ് ഏതൊക്കെയാണെന്നും അതേപോലെ തന്നെ കൊമേഴ്സുകാർക്ക് പോകാൻ പറ്റുന്ന കരിയർ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. കൊമേഴ്സുകാർക്ക് എടുക്കാൻ പറ്റുന്ന കോഴ്സസ് ഏതൊക്കെയാ വെച്ചാൽ സി എ എടുക്കാം, അതുപോലെ സി എം എന്റെ അതേപോലെ ഒരു കോഴ്സാണ് സി എം എ പറഞ്ഞാൽ. ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കമ്പനി സെക്രട്ടറി, ഏതൊരു കമ്പനിക്കും ഒരു സെക്രട്ടറി ആവശ്യമുണ്ട്. അപ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റി ഒക്കെ നല്ല ഉണ്ടാവും. പിന്നെ ഹ്യൂമാനിറ്റീസ് എടുത്തവർ എടുക്കുന്ന ഏതൊരു കോഴ്സ് നമുക്ക് എടുക്കാം. പൊളിറ്റിക്സ്, എക്കണോമിക്സ്, ഹിസ്റ്ററി, അങ്ങനെ ഏതൊരു കോഴ്സ് നമുക്ക് എടുക്കാം. പക്ഷെ സയൻസുകാർ എടുക്കുന്ന സബ്ജക്റ്റുകൾ, കോഴ്സ് കാര്യങ്ങളൊന്നും നമുക്ക് ഒരു സബ്ജക്റ്റ് കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. നമുക്ക് മെഡിക്കൽ ഫീൽഡിലേക്ക് നോക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ എഞ്ചിനീയറിങ്, പൈലറ്റ്, ഇതൊന്നും നമുക്ക് നോക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ കൊമേഴ്സിന്റെ എല്ലാ നമ്മൾ 95% ആൾക്കാരും പോകുന്ന ബി കോം എടുക്കാം. പിന്നെ BBA, LLB, BBA, LLB, അതേപോലെ ടീച്ചിങ് ഇഷ്ടപ്പെടുന്നവർക്ക് ടീച്ചിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ മാസ്റ്റർ ഡിഗ്രി എടുത്തിട്ട് പോകാം. പിന്നെ ജേർണലിസം, നമ്മൾ ഹ്യൂമാനിറ്റീസുകാർ എടുക്കുന്ന ഒരു സബ്ജക്റ്റാണ് ജേർണലിസം, നമുക്ക് അതെടുക്കാം. കൊമേഴ്സുകാർക്ക് പോകാൻ പറ്റുന്ന ഹൈ സാലറി തരുന്ന കരിയർ ഓപ്ഷൻസ് എന്തൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് കൺസൾട്ടന്റ്. നമുക്കൊരു സ്പെസിഫിക് ഡിഗ്രി കാര്യങ്ങളൊന്നും ആവശ്യമില്ല, നമുക്ക് എന്ത് തരത്തിലേക്ക് പോകാം. ഇപ്പോൾ BBA എടുത്താലും ബി കോം എടുത്താലും എന്ത് എടുത്താലും നമുക്ക് അതിലേക്ക് പോകാം. അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കറിന്റെ സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറഞ്ഞാൽ 10 to 12 LPA per annum ആണ്. പിന്നെ നെക്സ്റ്റ് വന്ന് പറഞ്ഞാൽ HR മാനേജർ. പിന്നെ എക്കണോമിക്സ് നമ്മൾ ഫിനാൻഷ്യൽ വേർഡിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയുന്ന ഒരാൾക്കായിരിക്കും അതിൽ പോകുന്നത് കൂടുതൽ. നമ്മൾ എക്കണോമിക്സ് ഒക്കെ പഠിച്ചവർക്ക് കൂടുതൽ അതിൽ പോകുന്നതാണ്. അതേപോലെ തന്നെ ലാസ്റ്റ് വന്നാലും മാർക്കറ്റിംഗ് പ്രൊഫഷണൽ.